നമുക്കിന്നൊരു തേങ്ങാച്ചോറ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂണ് നെയ്യിട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു 10-20 ചുവന്നുള്ളിയും ഒരു വലിയ സവാളയും. 1 കപ്പ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അര കിലോ അരിക്ക് 1 കിലോ വെള്ളമാണ് ഞാൻ വെച്ചത്. അതേപോലെ ഒരു 1/2 കപ്പ് തേങ്ങ ഇതിലേക്ക് ചെറിയതിട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോ വലുതാവുന്നതുകൊണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. 1 ടേബിൾ സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴുകി വാറ്റച്ച കൈമ റൈസിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തേങ്ങയും ഉള്ളിയും ഇതെല്ലാം കൂടി ഈ കപ്പിൽ ഞാൻ 1 കപ്പ് അരി എടുത്തപ്പോൾ ആ കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നത്. അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചെടുക്കാം നമുക്കിത്. അപ്പം ഞാനൊന്നും കൂടെ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്കൊരു 90% വേവിച്ചതിന് ശേഷം 10% നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അതിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ദമ്മിട്ടെടുക്കണം. അപ്പം അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് ഇപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അത് കയറ്റി നമുക്ക് ഈ ചോറിൻ്റെ പാത്രം കയറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ളൊരു തേങ്ങാച്ചോറാണ്. ബീഫ് കറിക്കോ മട്ടൻ കറിക്കോ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ തേങ്ങാച്ചോറാണ്. അല്ലെങ്കിൽ പരിപ്പ് തേങ്ങ അരച്ച കറിക്കായാലും കൂട്ടി കഴിക്കാൻ പറ്റുക. അടിപൊളി ടേസ്റ്റുള്ളൊരു തേങ്ങാച്ചോറാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്യാൻ ഞാൻ വലിയ വീഡിയോ ഇട്ടാൽ അധികം ആൾക്കാർ കാണാറില്ല എൻ്റെ ചാനലിൽ. അതുകൊണ്ടാണ് ഞാൻ ചെറിയ വീഡിയോ ഇടുന്നത്. കുറേ ഒന്നും ഇതിൽ കാണിക്കാത്തത്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് പറയാൻ മറന്നുപോയി. തേങ്ങയും ഉപ്പും ഉള്ളിയും ചുവന്നുള്ളിയും സവാളൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂണ് പെരുംജീരകം. അങ്ങനെ അടിപൊളി തേങ്ങാച്ചോറ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. നമ്മൾ തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വിളമ്പി കാണിക്കാം. ഞാൻ അടിപൊളി ടേസ്റ്റുള്ള തേങ്ങാച്ചോറാണ്. ഞങ്ങളിത് കോഴിമുട്ടയും താറാവ് മുട്ടയും അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഇട്ടൊരു കറി ഞാൻ 2 ദിവസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുണ്ടാക്കിയ തേങ്ങാച്ചോറാണ്. അപ്പോൾ ഒന്നിച്ചിട്ട് വീഡിയോ വലുതായുമ്പോൾ ആരും കാണാറില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ നമുക്ക് പിന്നെ കാണാം.